ഓക്കെ, അപ്പൊ ഈ ഒരു സമയത്ത് ഞാനിത് ഇങ്ങനെ പറയായിരുന്നു, ഒരു വൈറൽ വീഡിയോന്റെ പിന്നിൽ ഉള്ള ഒരാളാണ് എന്റെ കൂടെ ഉള്ളത്. നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അതായത് ദാറ്റ്സ് മൈ വൈഫ് എന്ന് വിളിച്ചറിയുന്ന ഒരാള്. യെസ്, ഒരു കുട്ടി ഇങ്ങനെ നമ്മുടെ ഗ്രാജുവേഷൻ സെറമണിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സ്റ്റേജിലേക്ക് കയറി പോകുന്ന സമയത്ത് അവിടുന്ന് ഭയങ്കര ആ ഒരു വീഡിയോയില് നല്ല ഒച്ചപ്പാടും ബഹളൊക്കെയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തോണ്ടിരിക്കുക ഈ വീഡിയോ എടുക്കുന്ന സൈഡിൽ നിന്ന്. അപ്പം സ്റ്റേജിലുള്ള ആങ്കർ ഇങ്ങനെ ചോദിക്കും, ഈ ഹിബ എന്നാണ് കുട്ടീന്റെ പേര്. അപ്പം ഹിബയ്ക്ക് ഭയങ്കര ഫാൻസ് ആണല്ലോ, ഭയങ്കര ഫ്രണ്ട്സ് ഒക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആണല്ലോ എന്ന് ചോദിക്കുന്ന സമയത്താണ് ഈ ഒരു ഡയലോഗ് ഹസ്ബൻഡ് ഇങ്ങനെ വിളിച്ചു പറയുന്നത് കേട്ടോ. അപ്പൊ ആളുടെ പേര്, ഹസ്ബൻഡിന്റെ പേര് യാഹിയ എന്നാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ള പേരൊക്കെ ഉള്ള ഒരാളാണ്. നമ്മളെ ആള് മലപ്പുറംകാരനാണ്. പിന്നെ ഹിബ നമ്മളെ രാമനാട്ടുകരക്കാരിയാണ്. അപ്പൊ നമ്മളെ മലബാർ ഏരിയയിലുള്ള ഈ രണ്ട് കപ്പിൾസ്, അപ്പം ഞാനിങ്ങനെ രണ്ടല്ല ഒരു കപ്പിൾസ്. ഓക്കെ, അപ്പോ ഞാൻ യാഹിയനെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രൗഡ് ആയിട്ടുള്ള ഹസ്ബൻഡിനെ വിളിച്ച സമയത്ത് ഇപ്പൊ എന്താണ് വീഡിയോ ഒക്കെ വൈറൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. ഇന്നൊക്കെ ആയിട്ട് അതിന്റെ കമന്റ് ബോക്സും അതിന്റെ റിപ്ലൈ കൊടുക്കുന്നൊക്കെ ആയിട്ട് അങ്ങനെ ഭയങ്കര ബിസിയായിരുന്നു. അതെ അതെ, വായിച്ച് ഞാൻ തന്നെ ഒരു കയ്യിലെത്തി. ഓക്കെ, നമ്മള് മറ്റേ ജയറാമാണ്. അപ്പൊ ആ ഒരു വീഡിയോക്കകത്ത് നമ്മൾ ഹുക്ക് ചെയ്യുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് വൈഫാണല്ലേ? അതെ അതെ അതെ, വൈഫിന്റെ പേര് അവളുടെ പേര് ഫാത്തിമ ഹിബ എന്നാണ്. ഫാത്തിമ ഹിബ. ഓക്കെ, അപ്പൊ ഹിബ സ്റ്റേജിലേക്ക് കയറി പോകുന്ന സമയത്ത് ഒരു ഡയലോഗ് പറഞ്ഞിരുന്നു, ദാറ്റ്സ് മൈ വൈഫ്. ഓ, അതാ സ്റ്റേജിൽ നിൽക്കുന്ന ആള് വരെ കേട്ടല്ലേ? അതെ 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 അതെ. ആങ്കർ അത് കേട്ടിട്ട് റിപ്പീറ്റ് ചെയ്തു. റിപ്പീറ്റ് അല്ല, എന്നെ അത് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്തു. അതെ, ഓക്കെ, ആ ഒരു അപ്രീസിയേഷൻ ആണ് ഇപ്പതേ വൈറലായിക്കൊണ്ട് നിൽക്കുന്നത്. ആ പറഞ്ഞിട്ടുള്ള അങ്ങനെ. ഓക്കെ, അപ്പം വൈഫ് എന്തായിരുന്നു പഠിച്ചത്? ഗ്രാജുവേഷൻ ടൈം ആയിരുന്നല്ലേ? സെറിമണി നടന്നുകൊണ്ടിരിക്കല്ലായിരുന്നോ? അതെ 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 അതെ. അവള് CMA USA ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ റിസൾട്ട് കുറെ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഗ്രാജുവേഷന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പൊ നിക്കാഹ് കഴിഞ്ഞിട്ട് എത്ര നാളായി? നിക്കാഹ് കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞു. ഓ, ഓക്കെ. അപ്പൊ ഇവരുണ്ടല്ലോ ആക്ച്വലി ഈ ഒരു സെറിമണിക്ക് എത്തിയിട്ടുള്ളതും ഭയങ്കര രസമുള്ള ഒരു സ്റ്റോറിയാണ് കേട്ടോ. അതും നമ്മളെ യാഹിയ ഇങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. മെയ്യഴകൻ മൂവിയിൽ ഒരു ട്രാക്ക് പ്ലേ ചെയ്യാണ് ബാക്കി ഈ ഒരു ഹാപ്പിനെസ് കേൾക്കാനായിട്ട്. സിറ്റി ലൈറ്റ്സിൽ മാളവികയാണ് ഇതൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തോണ്ടിരിക്കുന്നത് കേട്ടോ. ഓൺ റേഡിയോ മാങ്കു 91.9 നാട്ടിലെങ്ങും പാട്ട്. ലിവിംഗ് ടുഗെദർ മൂവിയിൽ ആ ഒരു ട്രാക്കൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കുമ്പം ഞാനിത് ഒരു വൈറൽ വീഡിയോന്റെ പിന്നിലുള്ള ഒരാളായിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു. നമ്മളെ യാഹിയാണ് കൂടെയുള്ളത്. അപ്പൊ യാഹിയന്റെ ആ ഒരു വീഡിയോ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും. ആളുടെ വൈഫ് ഫാത്തിമ ഹിബ എന്നാണ് പേര്. ഹിബ ഇങ്ങനെ ഒരു ഗ്രാജുവേഷൻ സെറിമണിക്ക് ഇങ്ങനെ സ്റ്റേജിൽ കയറി പോകുന്ന സമയത്ത് ഭയങ്കരമായിട്ട് അത് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഹസ്ബൻഡ്, ദാറ്റ്സ് മൈ വൈഫ് എന്ന് ഉറക്കനെ വിളിച്ചു പറഞ്ഞിട്ടുള്ള ഒരു ഹസ്ബൻഡ് അത് ആങ്കർ നോട്ടീസ് ചെയ്യുന്നു. ആ ഒരാള് അത് മൈക്ക് വഴി പറയുന്നു. ആൻഡ് ആ ഒരു വീഡിയോ ഇങ്ങനെ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആൾ എന്റെ കൂടെ ഉണ്ട് കേട്ടോ. ആളൊരു ഗ്രീൻ ഫ്ലാഗ് ആണ്. അപ്പം ആ ഒരു സെറിമണിക്ക് പോയിട്ടുള്ളതിന്റെ പിന്നിൽ ഒരു കഥയുണ്ടെന്ന് പറഞ്ഞല്ലോ. ആളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് കേട്ടോ. അതായത് അവരുടെ ഫാദറൊക്കെ ഇങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ ആയിരിക്കുന്ന ഒരു സമയമായിരുന്നു. അങ്ങനെ മൊത്തത്തിലൊരു ശോകമൂടായിരുന്നു. പക്ഷെ എന്നാലും മാക്സിമം ആ ഒരു ദിവസം സെലിബ്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഹിബേനെ ഹാപ്പി ആക്കുക, ആ ഒരു മോഡലാണല്ലേ പോയത്. അന്നത്തെ ഡേ ഒന്നുകൂടി സ്പെഷ്യൽ ആക്കാന്നുള്ള രീതിയിലാണ്. അപ്പൊ ഡെസ്പായി നിൽക്കുന്ന അവരുടെ ഒന്ന് മാക്സിമം ഒരു എഫേർട്ട് എന്തെങ്കിലും ഇട്ടിട്ട് ചെയ്യാന്നുള്ള രീതിയിൽ ജസ്റ്റ് നമ്മൾ കസിൻസ് ഒക്കെ ഒരുമിച്ച് പോയിട്ടുണ്ടായിരുന്നത് ഗ്രാജുവേഷൻ സമയത്ത്. കസിൻസാ പോയിരുന്നത്. 2 കൂട്ടരുടെ ഫാമിലി. എന്റെ വീട്ടിലും ഫാമിലിയില് സിക്കൊക്കെ ആയിട്ട് അവർക്കും വരാൻ വേണ്ടി പറ്റില്ല. അപ്പം അതൊക്കെ ഒരു മിസ്സിംഗ് ഉണ്ട് അവിടെ. പക്ഷെ അതൊക്കെ നികത്താൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഭയങ്കര ചിയറപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്തു. പിന്നെ അവിടെ ആങ്കർ പറഞ്ഞു, ഓ ഹിബയുടെ ഫ്രണ്ട്സ് ഒക്കെ ഭയങ്കര സപ്പോർട്ടാണല്ലോ. ഫ്രണ്ട് എന്നില്ല, അത് ഒഴിവാക്കിയിട്ട് അതെന്റെ വൈഫാണ് എന്ന് പറഞ്ഞത്. അതെ, ദാറ്റ്സ് മൈ വൈഫ് എന്ന് പറഞ്ഞു. അപ്പൊ ഹിബേനെ സംബന്ധിച്ചിട്ട് ഭയങ്കര ഒരു സപ്പോർട്ടീവ് സിസ്റ്റർ ആണ്. ഹസ്ബൻഡ് ആണെങ്കിലും അതേപോലെ തന്നെ ഫാമിലി ആണെങ്കിലും അല്ലേ? അതെ അതെ അതെ, നമ്മൾ ഭയങ്കര സപ്പോർട്ടീവാണ്. ഐ മീൻ കല്യാണം കഴിഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഇപ്പൊ നമുക്കറിയാം, നമ്മളെ സൊസൈറ്റിയിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് ഇപ്പോഴും ആഫ്റ്റർ മാരേജ് പഠിക്കാൻ പോകരുത്, അല്ലെങ്കിൽ ജോബിന് പോകരുത്, അങ്ങനെ പറയുന്ന കുറെ ആൾക്കാർ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതെ 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 അതെ, ഞാനതും നമ്മളെ ചുറ്റുപാട് തന്നെ പലതും അങ്ങനെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നിർബന്ധമുണ്ട്, എന്റെ സിസ്റ്ററിനെ കെട്ടിക്കുന്നതായാലും അല്ലെങ്കിൽ ഞാൻ കെട്ടുന്ന കുട്ടിയായി കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് വെച്ചിട്ട് അവരുടെ അതൊരു എന്താ പറയുക എൻഡ് ആവരുത്, അതൊരു ബിഗിനിങ് ആവണമെന്നില്ല. അതെനിക്ക് നിർബന്ധം. നൈസ്. അപ്പൊ നമ്മളൊക്കെ പറയുന്ന പോലെ ഗ്രീൻ ഫോറസ്റ്റ് ആണ്, ഗ്രീൻ ഫോറസ്റ്റ്. അങ്ങനെ. ഓക്കെ, അപ്പൊ ആ ഒരു അപ്പാർട്ട് ഫ്രം വീഡിയോ, ആ ഒരു മൊമെന്റ് ലൈക്ക് നമ്മുടെ വൈഫ് ഇതേപോലെ സ്റ്റേജിലേക്ക് കയറി പോവാണ്. അത്രയും നാളത്തെ കഷ്ടപ്പാടിനുള്ള ഒരു റിസൾട്ട് അവിടെ കാണുന്ന സമയത്ത് ആസ് എ ഹസ്ബൻഡ് എന്തായിരുന്നു അപ്പത്തെ ഒരു ഫീൽ എന്ന് പറയുന്നത്? കാരണം അവൾ ഭയങ്കര എഫേർട്ട് ഇട്ടിരുന്നത് കിട്ടാൻ വേണ്ടിട്ട്. കാരണം ഉറക്കം ഒഴിച്ചിട്ടൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ട്. ഞാനത് കാണുന്നുണ്ട്.
അപ്പൊ റിസൾട്ട് വന്ന സമയത്ത് തന്നെ ഞാൻ അന്ന് സൗദിയിലായിരുന്നു. അപ്പൊ ആ സമയത്ത് എന്നോട് പറഞ്ഞു പോയി കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ആദ്യം സർപ്രൈസ് ആക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ ആകെ ഡെസ്പായി. ഞാൻ പറഞ്ഞു ഓക്കെ നെക്സ്റ്റ് ടൈം നമുക്ക് എന്താ ഇതിൽ അടുത്ത് എഴുതണം, അത്രേ ഉള്ളൂ, നമ്മൾക്ക് കിട്ടുന്നത് വരെ നമ്മൾ പ്രയത്നിക്കണം, അത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവളങ്ങനെ അങ്ങനെ ആശ്വസിപ്പിച്ചു. പക്ഷെ പിന്നീട് അവള് പറഞ്ഞ് അതിനിപ്പോ ഇനിയിപ്പോ മറ്റേ എഴുതാൻ വേണ്ടി പറ്റില്ല, കാരണം ഇതിൽ ജയിച്ചില്ലേന്ന് പറഞ്ഞു എന്നോട്. നെക്സ്റ്റ് എക്സാമിന് എഴുതാൻ പറ്റില്ല, കാരണം ഇതിൽ ജയിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഭയങ്കര ഇമോഷണൽ ആയി. എനിക്ക് കണ്ണൊക്കെ ഓട്ടോമാറ്റിക്കലി നിറഞ്ഞു, കാരണം അത്രയും എഫേർട്ട് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ ഈ ഒരു മൊമെന്റിലായിരുന്നു നമ്മളെല്ലാരും വെയിറ്റ് ചെയ്തോണ്ടിരുന്നുണ്ടായിരുന്നത്. അതെ അതെ. അപ്പൊ ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. ഞാൻ പിന്നെ അത്രയും ഭയങ്കര ക്രൗഡ് ആയിരുന്നു. 4000 കുട്ടിയൊക്കെയായിരുന്നു കൊടുത്തോണ്ടിരുന്നത്. അപ്പൊ അത്രയും ഓഡിയൻസ് അവിടെ ഉണ്ട്. അപ്പൊ ഞാൻ പിന്നെ എന്റെ വൈഫിന്റെ പേര് വിളിച്ചപ്പോ ഞാൻ ചുറ്റിലൊന്നും കണ്ടില്ല, ഞാൻ കൂകി അർത്തു. അടിപൊളിയല്ലേ? ആ ഒരു മൊമെന്റിലേക്ക് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ചുറ്റിലുള്ള ഒന്നും കാണാൻ പറ്റിയില്ല സാറേ എന്നുള്ളൊരു മോഡിലാണ് യാഹിയ നിന്നിട്ടുള്ളത്. യാഹിയന്റെ ആ ഒരു ഇത് കണ്ട സമയത്ത് അടിവയറ്റിൽ മഞ്ഞ് വീഴുന്ന സുഖമായിരുന്നു. അങ്ങനെയാണ് കേട്ടോ ഹിബ പറഞ്ഞിട്ടുള്ളത്. എന്താണേലും കൊള്ളാം, ഒരുപാട് കാലം ഇതേപോലെ ഹാപ്പി ആയിട്ട് ലൈഫ് ലോങ് അവർക്ക് ജീവിക്കാനായിട്ട് പറ്റട്ടെ എന്ന് ഇത് പറയുന്ന സമയത്ത് എനിക്ക് അങ്ങനെ റിയൽ ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഒരു ഗ്രീൻ ഫോറസ്റ്റ് ആണ് അല്ലേ? അപ്പം ഇതേപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരാളുണ്ടെങ്കിൽ മതി, അത്രയും മതി, നമ്മൾ ബ്ലെസ്ഡ് ആണ്. ഇപ്പൊ ദേ അർജിത് സിംഗിന്റെ ഒരു ട്രാക്ക് പ്ലേ ചെയ്യാണ്. തെരെ ഇഷ്ക് മെയിൻ മൂവിയിലെ ട്രാക്ക് പ്ലേ ചെയ്യുന്നത് സിറ്റി ലൈറ്റ്സിൽ മാളവികയാണ്. റേഡിയോ മാങ്കോ 91.9.